പ്രിയ സുഹൃത്തുക്കളെ, ഈ യുദ്ധക്കൊതിയന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അതായത് അമേരിക്കയിൽ 5 വർഷം ഒബാമ മരിച്ച് എവിടെയെങ്കിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല ഒബാമ ഭരിക്കുന്ന സമയത്ത്. അഥവാ പ്രശ്നം ഉണ്ടായാലും അയാൾ അവിടെ പോയിട്ട് നിന്ന് സമാധാനത്തോടു കൂടി സംസാരിച്ച് യുദ്ധങ്ങളെ ഇല്ലാതാക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് യുദ്ധക്കൊതിയില്ല. അയാൾ ഏത് മനുഷ്യനും നന്നായിരിക്കണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരാളോടും അസുഖ്യവുമില്ല. ഏത് രാജ്യം വളരെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ആ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒബാമാൻ്റെ ആ ഒരു സമയത്ത്, ഭരണ സമയത്ത് അമേരിക്കനോട് എല്ലാവർക്കും സ്നേഹമാണ് ഉണ്ടായത്, ഒരിക്കലും വെറുപ്പില്ല. പിന്നീട് അങ്ങോട്ട് വന്ന ഭരണാധികാരികൾ അയച്ചു നോക്കുക, എല്ലാ യുദ്ധക്കൊതിയന്മാരും. ലോകം മൊത്തം യുദ്ധം നടക്കുക. അതിന് മുന്നേ ബുഷ് എന്താ ചെയ്തത്? ലോക പോലീസ് ചമഞ്ഞിട്ട് നേരെ പോയി ഇറാഖിൽ അവിടുത്തെ പ്രധാനമന്ത്രി അവിടെയുള്ള ജനങ്ങളെയൊക്കെ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ ഉള്ളിൽ പോയത്. അയാളുടെ അണുവായുധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഇവന്മാർ അവിടെയുള്ള ജനങ്ങളെയും കൊന്നിട്ട് ആ പ്രധാനമന്ത്രി എടുത്തുകൊണ്ട് വന്നിട്ട് ആ പ്രധാനമന്ത്രി തൂക്കിക്കൊന്നു. എന്നിട്ട് അവിടെ അവർ സമാധാനം കൊണ്ടുവന്നു. അവിടെ തീവ്രവാദികളുടെ മുന്നിലേക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് അവിടെ ബലാത്സംഗം, കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നടന്ന്. എന്നിട്ട് ഇവന്മാർ ഗ്യാപ്പിൽ വന്ന് പെട്രോൾ മൊത്തം പൈപ്പിട്ട് കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്മാരെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും ഇവന്മാരെ സപ്പോർട്ട് ചെയ്തത്. ഇവന്മാർ ഇരന്ന് വാങ്ങുന്നതാണ്. ഇപ്പൊ ഇസ്രായേലിനെ ആലോചിച്ച് നോക്ക്. ഈ ഇസ്രായേലിൽ ബങ്കുകളാണുള്ളത്. എന്തിനാണ് ഈ ബങ്കുകൾ ഉണ്ടാക്കുന്നത്? ഇവർക്കറിയാം ഇവരെല്ലാ രാജ്യത്ത് പോയി ചൊറിയും, തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ജനങ്ങളോടൊക്കെ പറയാം, നിങ്ങൾ ബങ്കുകളിൽ പോയിട്ട് ഒളിഞ്ഞു കിടന്നോ എന്നുള്ളത്. ഇതാണ് എന്നും ഭീതിയായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെ ഉള്ളത്. ആ സാഹചര്യം ഇവരുണ്ടാക്കുകയാണേ. മറ്റുള്ള രാജ്യത്ത് പോയി ചൊറിയാതിരുന്നാൽ തന്നെ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായ? ഇവര് തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇവര് ഇരന്ന് അടി വാങ്ങുകയാണ്. ഇത്ര കാലം അടി കിട്ടിയിരുന്നില്ല. ഇത്ര കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇവരൊക്കെ വന്നിട്ട് കരഞ്ഞ് വീഡിയോ ഇടുന്നത്, ഭക്ഷണം കിട്ടാതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവന്മാരുടെ വീഡിയോ വരുന്നത്. ഇവന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചിട്. ഇവന്മാർ യഥാർത്ഥ സിംഹത്തിനെയും പുലിനെയൊക്കെ ഇപ്പോൾ അവർ തൊട്ടത്. ഇതുവരെ അവർ മാനിനെയും മുയലിനെയും അങ്ങനെ കുറുക്കന്മാരെ പോലെ തിന്നുകയായിരുന്നു. ഇപ്പോഴാണ് അവർ പുലിൻ്റെ സിംഹത്തിൻ്റെ ഇലയൊക്കെ പോയിട്ട് പെട്ടത്. ഇപ്പോൾ ശരിക്കും പണി കിട്ടി. 3-4 സ്ഥലത്ത് നിന്നാണ് അടി കിട്ടാൻ സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ കുമാസ്, അതിൻ്റെ പുറമെ ഹൂറികൾ എല്ലാവരെയും പോയി നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടി കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ പാവപ്പെട്ട നഴ്സുമാരൊക്കെ അവിടെ പെട്ട് കിടക്കുകയാണ്. അവർക്ക് വേറെ വഴിയില്ല, ദാരിദ്ര്യം കൊണ്ട് അവിടെ ജീവിക്കാൻ പോയി. പക്ഷെ എന്താ ചെയ്യുക? ഈ യുദ്ധക്കൊതിയന്മാരുടെ രാജ്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയി. ഇനി എത്രയും പെട്ടെന്ന് ആ രാജ്യം വിടുക എന്നുള്ളതാണ്. വേറെ ലോകത്ത് ഒരുപാട് രാജ്യത്ത് ജോലി കൊടുക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ അവർക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, ഒരിക്കലും പ്രശ്നക്കാരല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ മിലിറ്ററി ഇതിലൊന്നും ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല. ഇന്ത്യ ഭരണാധികാരിയൊന്നും യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്നൊരു യുദ്ധം നമ്മുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്ത പോലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നില്ല. നല്ല മനുഷ്യരുടെ രാജ്യത്തിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ദുഷ്ടന്മാരുടെ രാജ്യത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ